മാമ്പഴക്കൂട്ടത്തിൽ മഴുകോയ ശ്യാമിന് പഞ്ചാര വേണ്ടല്ലോ അല്ലേ? Of the mother of Carmel, damaging water tanks and destroying solar panel infrastructure. കുറേ നാളിന് ശേഷം ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യമൊന്നുമില്ല, കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ഗായത്രി ചേച്ചിയും ചേച്ചിയമ്മയും വല്യച്ഛനും ശ്യാംചേട്ടനും ഒക്കെ അറൈവ് ചെയ്തതാണ്. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ, അത് ചായ ഉണ്ടാക്കുന്നു, പിന്നെ മാങ്ങ കൊണ്ടൊരു പ്രത്യേകതര സാധനം ഉണ്ടാക്കുന്നു. ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, മാങ്ങ പൂളാനുള്ള സാധനം. അത് വെച്ച് പൂളാൻ പറ്റില്ല എന്നും പറഞ്ഞു, പറ്റും എന്ന് പറഞ്ഞു എടുത്തോണ്ട് പോയത്. കുറച്ച് കഴിയുമ്പോൾ പറയും അയ്യോ ഇതുകൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണെന്ന് പറയും. അറിയില്ല എന്താണെന്ന് കണ്ടു കാണിക്കുന്നത്. ചേച്ചി നല്ല നീളത്തിലാണോ ഉദ്ദേശിച്ചത്? ഇവിടത്തെ ഉള്ളു. അങ്ങനെ ഒരുപാട് നേരത്തെ പരാക്രമത്തിന് ശേഷം ആ മാങ്ങയുടെ തൊലി പൊളി, അതിനെ വേവിക്കാനിടണം. അതിന് എപ്പം നടക്കുമെന്നറിയത്തില്ല. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. മാങ്ങ പൂടലുമായി ഇതാ ചേച്ചിയം ഇറങ്ങിയിരിക്കുകയാണ്. ആപ്പ ഉപ്പ പീലറായിട്ടൊന്നുമല്ല, നല്ല ഒന്നൊന്നരം കത്തിയായിട്ട്. ഇതെനിക്ക് ഒന്ന് 2 തരം മാങ്ങയുണ്ടെന്ന്. ഒന്ന് ഇവിടുത്തെ മാവിൽ വന്നതും ഒന്ന് ഇവർ വന്നപ്പോൾ കൊണ്ടുവന്നതും. എനിക്ക് ഓർമ്മയില്ല, കുറേ നാൾ മുന്നേ എടുത്തു വെച്ചതായുണ്ട്. ഇനി കട്ട് ചെയ്ത മാങ്ങ അച്ഛനും വല്യച്ഛനും കൊണ്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടത് സൂപ്പറാണെന്ന് പറയിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അവരവരുടെ നിന്ന് ന്യൂസ് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അവരെ കൊണ്ടിനി അഭിനയിപ്പിക്കാൻ പോവാണ്. നമ്മളല്ല, ഗായത്രി ചേച്ചി. ഇനി വളരെ നാച്ചുറലായിട്ടൊരു എക്സ്പ്രഷൻ അവരുടെ മുഖത്ത് നിന്നും വരും. കണ്ടോളൂ, ചേച്ചി കൊടുക്കാൻ പോവാണത്. സ്ക്രിപ്റ്ററാണ് ചേച്ചി പറയുന്നുണ്ട്. ഇതിലൊരാൾ മിസ്സിങ് ആണ്, അത് ശ്യാംചേട്ടനാണ്. എൻ്റെ ക്യാമറ ഞാൻ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് മുങ്ങി നടക്കുകയാണ് ക്യാമറയിൽ വരാതിരിക്കാൻ. പക്ഷേ അധികം താമസിക്കാതെ ഞാനത് കൊണ്ടുവരും. ഇപ്പം എല്ലാവരും സൂപ്പർ ആണെന്ന് കണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇനി നമുക്ക് പാല് തിളയ്ക്കുന്ന കണ്ടാലോ? തിളയ്ക്കുന്ന കിട്ടുമെന്ന് അറിയത്തില്ല. തിളയ്ക്കുന്നുണ്ട്. ദേ ഇത് മാങ്ങയാ? ഇവിടുത്തെ മാങ്ങ നോക്കില്ല, മഞ്ഞ കളർ, ഓറഞ്ചാ ശരിക്കും. ശ്യാമിന് പഞ്ചാര വേണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ചേച്ചിയമ്മയുടെ വെറൈറ്റി പാട്ട് കേട്ടാലോ? ക്യാമറയിൽ ഞാൻ എടുക്കുന്നത് അറിയുന്നില്ല, അറിയാതെ ആൾ പാട്ട് പാടാൻ പോവാണ്. ഗായ ചേച്ചി പാടിക്കാൻ പോവാണ്. ഞങ്ങളുടെ മെയിൻ ഹോബി ഇതൊക്കെ തന്നെ. അത് പൃഥ്വിരാജിന്റെ. ഇനി നമുക്ക് ബാക്കിലത്തെ പഴയ വീട് കണ്ടാലോ? ഇതാണ് അച്ഛൻ്റെ തറവാട്. അച്ഛൻ താമസിച്ച തറവാട്. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ, ഞാനും ചേച്ചിയൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെയാണ് കളിച്ച് വളർന്നതൊക്കെ. അപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാണ് കയറി ചെല്ലുമ്പോഴുള്ള അവിടുത്തെ ഹോള്. അത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ഇനി നമുക്ക് മാങ്ങ വേവിക്കാനിട്ടാലോ? നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് പോകുന്ന മാങ്ങ, അത് വെള്ളമൊഴിച്ച് വേവിക്കാൻ ഇടാം. ഇതേ എൻ്റെ ക്യാമറ കാണുമ്പോൾ ഓടിപ്പോകുന്ന ആൾ വന്നിരിക്കുകയാണ്. ആ വേവിച്ച മാങ്ങ മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. നമ്മളിനി ഈ വേവിച്ച മാങ്ങ മിക്സിയിലിട്ട് അടിച്ച് നല്ല ഇതാക്കി കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ കുടിക്കും. സാധാരണ വെള്ളത്തിൽ കലക്കിയാണ് അത് കുടിക്കുന്നത്, എങ്ങനെ വേണേൽ കുടിക്കാം. ഈ ചേട്ടൻ ഇത് മൊത്തം മിക്സിയിലിട്ട് അടിച്ചിട്ട് അതേപോലെ തന്നെ നല്ല കട്ടിക്ക് അതേപോലെ തന്നെ വെച്ചവിടെ. പാതി പോലും ഞാൻ കുടിച്ചില്ല, ബാക്കി എല്ലാവരും കുടിച്ച് തീർത്തായിരുന്നത്. പക്ഷെ നമ്മൾ എന്തുണ്ടാക്കാൻ പോവാ? ചേച്ചി ചേട്ടൻ ഇപ്പത്താ ചാടുന്നുണ്ട്.
അത് മൊത്തം പുറത്ത് ചാടിച്ച് കളഞ്ഞ ആദ്യം. ആ മുകളിൽ ചെറിയൊരു തുളയുണ്ട്, അതിൽ കൂടെ മൊത്തം പുറത്ത് വന്ന് അവിടെ ഇവിടെയൊക്കെ തെറിച്ച് ഫൗണ്ടനൊക്കെ. ആരോടാ ചേട്ടൻ ജ്യൂസ് കട തുടങ്ങി. ഇത്ര സിമ്പിളായിട്ടുള്ള സാധനം എങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്ന് കണ്ടല്ലോ. ഞങ്ങളിങ്ങനെയൊക്കെ തന്നെ. പിന്നെ വെറും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നത് എങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാം എന്നറിയാൻ വേണ്ടി സമീപിക്കുകയോ ഷാമോൻ കർത്ത. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. എന്നോട് ആ ചെറിയ മൊന്ത പോലത്തെ സാധനം മതി എന്ന് പറഞ്ഞാണ് ഞാൻ അതെടുത്തോണ്ട് ചെന്നത്. അത് മൊത്തം നിറഞ്ഞ് അത് മൊത്തം പുറത്തു കൊണ്ടായിരുന്നു. പിന്നെ ഞാൻ വലിയ പാത്രം എടുത്ത് അതിലോട്ട് മാറ്റി. ഇനി ആ അരച്ച സാധനം അതേപോലെ തന്നെ കട്ടിക്ക് കഴിച്ചാൽ അതിൻ്റെ ഫൈബറൊക്കെ ഉള്ളിൽ ചെല്ലും, അതിൻ്റെ ഗുണങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് അത് അതേപോലെ തന്നെ ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജ് വെക്കും. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി എടുക്കും. ഇത് നോക്കാം അതേപോലെ തന്നെ എടുക്കുന്നുണ്ട്. എല്ലാവരും കുടിക്കും, ഞാൻ മാത്രമേ കുടിക്കാത്തുള്ളൂ. ഇതുപോലൊരു പാത്രത്തിലാണ് നമ്മളത് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജ് വെക്കുന്നത്. ചൂട് കാലത്തൊക്കെ കുടിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാം കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ കോൾ വരുന്നത്. ആരുടെ ആയിരിക്കും? ചേച്ചിയുടെ വീഡിയോ കോൾ ഫ്രം ചെന്നൈ. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക 12:30. അപ്പൊ ഒരു ഞങ്ങളൊന്നും അങ്ങോട്ട് ചോദിച്ചില്ല. അതേപോലെ രാവിലെ എന്റെ അമ്മ ചിരിച്ച് അവന്റെ ഓരോ വോയിസിന് ചിരിയായിരുന്നു. പിന്നെ ഓരോ കഥകളായി, വിശേഷങ്ങളായി, അതായി ഇതായി. ഗായത്രി ചേച്ചിയുടെ ചിരിയാണ് മെയിൻ. ഒരു കാര്യമില്ലെങ്കിലും, പ്രത്യേകിച്ച് തമാശകൾക്കാണ് ചിരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ എന്തെങ്കിലും ചിരിച്ചാലും കാണുന്നതെങ്കിലും ചിരി വരും, എല്ലാവരും ചിരിക്കും. എവിടെയെങ്കിലും പോയാൽ ചിരിച്ച് ആയുസ് കൂടുന്നതാണ്. എന്നാലും ഒരു കൺട്രോൾ വേണ്ടേ? നമുക്കുമില്ല. ചേച്ചി ചിരിച്ചാൽ നമ്മളും ചിരിക്കും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതാരെയെ കുറിച്ച് പറയുന്നതെന്ന് ഞാൻ പറയത്തില്ല. ഇതാള് കാണണം, ആൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞാൽ വലിയ സീക്രട്ടൊന്നും അല്ല, എന്നാലും ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇനി എൻ്റെ വ്ളോഗ് വരുമല്ലോ. നമസ്കാരം. മറന്നുപോയെന്നല്ല, ഞാൻ പറഞ്ഞതാ. നീ വരുമ്പോ താമസിക്കും. ചേട്ടൻ തിരുവനന്തപുരത്ത് വെച്ച് ബീഫ് അച്ചാർ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിലിട്ട്. എന്നിട്ട് ആ ബീഫ് അച്ചാർ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരവൊന്നുമില്ല അതിന്. ഏതാണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് തടി തപ്പിക്കൊണ്ടിരിക്കുക. ചേട്ടൻ കറവപ്പശു. കേറിയില്ല, ഇടാൻ പോകുന്നു. വേണ്ട നിർബന്ധം ചേട്ടാ എന്തേലും കാണിച്ചിട്ട് ഇനിയിപ്പോ എണിച്ചു പോടുന്നു. അങ്ങനൊന്നും ഇല്ല എനിക്ക്. എന്തോ കണ്ടന്റ് കേൾക്കുമ്പോഴല്ല വീഡിയോയില് പിന്നെ എന്നെ കുറെ നേരം ഊക്കിയതിന് ശേഷം ശ്യാം ചേട്ടൻ പിന്നെ അച്ചാറ് കമ്പനി തുടങ്ങുന്ന ആലോചനയിലായിരുന്നു. അതിനെന്തോരം കാശ് ചിലവാകും, എന്തോരം ഇൻപുട്ട് വേണം, ഔട്ട്പുട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് അതാ വഴിക്കങ്ങ് പോയി. അത് വേറൊരു കാര്യം. അപ്പോൾ എൻ്റെ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇനിയും കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗുമായിട്ട് കാണാം. ചാച്ചാ, ബൈ ബൈ.